വിവാഹത്തിന് സഭ അനുമതി നിഷേധിച്ചു എന്ന വാർത്ത തെറ്റാണെന്ന് കോട്ടയം അതിരൂപത. കോട്ടയം അതിരൂപത പബ്ലിക് റിലേഷൻസ് ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയിരിക്കുന്നത്. പ്രസ്താവനയിലേക്ക്. കോട്ടയം അതിരൂപതയിലെ കൊട്ടോടി എടവക നാരമംഗലത്ത് ജസ്റ്റിന്റെ വിവാഹത്തിന് സഭ അനുമതി നിഷേധിച്ചു എന്ന് പ്രചരിക്കുന്ന വാർത്ത തികച്ചും തെറ്റാണ്. സമുദായ അംഗമല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിന് ജസ്റ്റിൻ അപേക്ഷ നൽകിയിരുന്നു. കല്യാണം നടത്തുന്നതിന് NOC അഥവാ വിവാഹക്കുറി നൽകുന്നതിനു വേണ്ട നടപടികൾ വ്യക്തമാക്കി കോട്ടയം അതിരൂപത കൂരിയായിൽ നിന്നും 30/3/2023 ജസ്റ്റിന് മറുപടി നൽകി. ജസ്റ്റിൻ ക്നാനായ സമുദായാംഗമല്ലാത്ത ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു വിവാഹം കോട്ടയം അതിരൂപതയിലെ പള്ളിയിൽ വെച്ച് നടത്താൻ സാധ്യമല്ല എന്ന് ഈ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കത്തിന്റെ പകർപ്പ് കൊട്ടോടി ക്നാനായ കത്തോലിക്ക പള്ളി വികാരിക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ച് വിവാഹകാര്യം പള്ളിയിൽ പരസ്യപ്പെടുത്തുകയും ചെയ്തു. ജസ്റ്റിന്റെ അപേക്ഷയിൽ 27/4/2023 വിവാഹം നടത്തുന്നു എന്നാണ് അറിയിച്ചിരുന്നത്. അതനുസരിച്ച് ഒത്തുകല്യാണത്തിനുള്ള രേഖ നൽകുകയും ചെയ്തു. എന്നാൽ ഒത്തുകല്യാണം മുറപ്രകാരം നടത്തിയെന്ന് വ്യക്തമാക്കുന്ന സഭ നിശ്ചയിച്ച രേഖയോ വിവാഹമെന്ന കുദാശ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർ നിർബന്ധമായും സമർപ്പിക്കേണ്ട വിവാഹ ഒരുക്ക സർട്ടിഫിക്കറ്റോ സമർപ്പിക്കാതെയും വിവാഹത്തിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് സഭ നിർദ്ദേശിച്ചിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയും വിവാഹ തീയതി 18/5/2023 എന്ന് വ്യക്തമാക്കി NOCക്കായി വികാരിയച്ഛനെ രേഖാമൂലം ജസ്റ്റിൻ സമീപിച്ചത് തൊട്ടുതലേന്ന് രാത്രി 7:30 വിവാഹത്തിനുള്ള സഭേതരമായ മറ്റെല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടും വിവാഹം നടത്തുന്നതിനുള്ള NOC ലഭിക്കുന്നതിനായുള്ള വേണ്ട നടപടികൾ പാലിച്ചിട്ടില്ലെന്ന് പോലീസിനും ബന്ധപ്പെട്ട ആളുകൾക്കും ബോധ്യമായ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിൻ രേഖാമൂലം അപേക്ഷ നൽകിയത്. കോടതി വിധിയെ സഭ മാനിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് ചിലർ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. കോടതി വിധിയെ എക്കാലവും മാനിച്ചുകൊണ്ട് മുമ്പോട്ടു പോകുന്ന കോട്ടയം അതിരൂപത മേൽപ്പറഞ്ഞ വിവാഹത്തിന് കോടതി വിധി പ്രകാരം ആവശ്യമായ രേഖകൾ കൊടുക്കാതിരുന്നിട്ടില്ല. കോട്ടയം അതിരൂപത കോടതി വിധിയെ മാനിക്കുന്നു എന്നുള്ളത് 30/3/2023 അതിരൂപത കൂരിയായിൽ നിന്നുള്ള കത്തിൽ നിന്നും ഒത്തുകല്യാണത്തിനുള്ള രേഖയിൽ നിന്നും വ്യക്തമാണ്.